വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു കഴിവും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ച മോശയെയാണ് കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാരെ മിസ്രൈമ അടിമത്തത്തിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് നടത്തുവാൻ ദൈവം നിയോഗിച്ചത്. പുറപ്പാട് 12:37. ഈ യാത്രയിൽ അവരോട് കൂടെ വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുമാടുകളുമായി അനവധി മൃഗങ്ങളും ഉണ്ടായിരുന്നു എന്ന് 38-ാം വാക്യത്തിൽ പറയുന്നു. ഇത്ര വലിയ സമൂഹത്തിന് നേതൃത്വം നൽകുവാൻ ഒരു കഴിവും ഇല്ല എന്ന് പറഞ്ഞ മോശയെ സഹായിച്ചത് ദൈവത്തിലുള്ള വിശ്വാസം ഒന്ന് മാത്രമായിരുന്നു. എബ്രായർ 11:23 മുതൽ 29 വരെ. എബ്രായ ലേഖനത്തിൽ മോശയുടെ വിശ്വാസ ജീവിതത്തിൽ ചില പ്രത്യേകതകൾ പറയുന്നുണ്ട്. 1. മാതാപിതാക്കന്മാരിൽ കൂടി മോശയ്ക്ക് ലഭിച്ച ദൈവിക വിശ്വാസം. മിസ്രൈമിലെ ഫറവോ ഇസ്രായേലിലെ ആൺകുട്ടികളെ കൊന്നൊടുക്കുന്നതിന് തീരുമാനം എടുത്ത കാലത്തായിരുന്നു മോശ ജനിച്ചത്. തങ്ങൾക്ക് നൽകിയ പൈതലിനെ വിശ്വാസത്താൽ രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ 3 മാസം അവർ ഒളിപ്പിച്ചു വച്ചു. എബ്രായർ 11:23. തുടർന്ന് പശയും കീലും തേച്ച് സുരക്ഷിതമാക്കിയ ഞാങ്ങണപ്പെട്ടകത്തിൽ കുഞ്ഞിനെ നദിയുടെ തീരത്തെ ഞാങ്ങണക്കിടയിൽ കിടത്തി. അവിടെ പൈതലിനെ കണ്ട ഫറവോൻ്റെ പുത്രിയുടെ മുൻപിൽ എത്തിയ മോശയുടെ സഹോദരി മിരിയാമിൻ്റെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം മോശക്കുഞ്ഞിനെ വളർത്തുവാൻ ഉള്ള ഭാഗ്യം മോശയുടെ അമ്മയ്ക്ക് തന്നെ ലഭിച്ചു. തന്മൂലം മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ മോശ വളർന്നു. 40 വർഷത്തെ കൊട്ടാര ജീവിതത്തിലും മോശയെ നയിച്ചത് മാതാപിതാക്കന്മാരിൽ ലഭിച്ച ദൈവവിശ്വാസമാണ്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് ചൊല്ല് എത്ര അർത്ഥവത്താണ്. മാതാപിതാക്കന്മാരുടെ വിശ്വാസ ജീവിതം മക്കൾക്ക് മാതൃകയായിരിക്കണം. മാതാപിതാക്കന്മാരുടെ വിശ്വാസ ജീവിതത്തിലെ ബലഹീനത ഒന്നു മാത്രമാണ്: ദൈവഭയമോ അനുസരണമോ ഇല്ലാതെ തലമുറകൾ വളർന്നു വരുവാനുള്ള കാരണം. തീമോഥെയോസിൻ്റെ വിശ്വാസ ജീവിതത്തിന് കാരണക്കാർ വലിയമ്മ ലോബീസും അമ്മ യുനിക്കയുമായിരുന്നു. 2 തീമോഥെയോസ് 1:5. മക്കളെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള ചെറിയ ശ്രമമെങ്കിലും മാതാപിതാക്കന്മാരായി നാം നിർവഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2. സ്വന്തം ജനത്തോടുകൂടി കഷ്ടത അനുഭവിക്കുന്നതിന് തീരുമാനമെടുക്കുന്ന ദൈവിക വിശ്വാസം. രാജകീയ ഭക്ഷണവും വിദ്യാഭ്യാസവും പരിചരണവും എല്ലാം ലഭിച്ചിട്ടും മോശയെ തൻ്റെ സഹോദരന്മാരുടെ അടിമവേല വേദനിപ്പിച്ചു. അവരുടെ വിടുതലിനു വേണ്ടിയുള്ള പ്രവർത്തനം തനിക്കുള്ള ദൈവനിയോഗമായി മോശ സ്വീകരിച്ചു. അതുകൊണ്ട് രാജകുമാരിയുടെ മകൻ എന്ന പേരിൽ മിസ്രൈമിലെ കിരീട അവകാശി ആകുന്നതിനേക്കാൾ ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കുന്നത് മോശ തിരഞ്ഞെടുത്തു. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. എബ്രായർ 11:26. ഒരു പദവി നമുക്ക് ലഭിക്കുമ്പോൾ സഹോദരങ്ങളോടുള്ള നമ്മളുടെ മനോഭാവം എന്തായിരിക്കും? നാം തിരഞ്ഞെടുക്കുന്ന അനുഭവങ്ങളാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് സാക്ഷ്യം നിൽക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടത സഹിപ്പാനുള്ള ഒരുക്കമായിരിക്കട്ടെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ലക്ഷ്യം. 3. സകല ഭയത്തിൽ നിന്നും വിടുതൽ നേടിയ വിശ്വാസ ജീവിതം. എബ്രായർ 11:27 വായിക്കുന്നത്: വിശ്വാസത്താൽ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോന്നു. ദൈവത്തിലുള്ള വിശ്വാസം നിമിത്തം മോശ ഫറവോയെ ഭയപ്പെട്ടില്ല. സകല ഭയത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നതാണ് ദൈവത്തിലുള്ള വിശ്വാസം. മത്തായി 10:28 വായിക്കുന്നത്: ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും പേടിക്കേണ്ടതില്ല. സങ്കീർത്തനം 91:5-6 വാക്യങ്ങൾ. നമ്മുടെ വശത്ത് 1000 പേരും വലതുവശത്ത് 10,000 പേരും വീണാലും അവയൊന്നും നമ്മുടെ അടുക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്.
മോശ അദൃശ്യ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിച്ചു എന്നതാണ് മോശയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ രഹസ്യം. മോശയെ ദൈവം അഭിമുഖമായി അറിഞ്ഞിരുന്നു എന്നാണ് ആവർത്തനം 34:12 വായിക്കുന്നത്. ദൈവത്തെ വ്യക്തിപരമായി അനുഭവിച്ചറിയുന്നതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. മനുഷ്യരെ കാണുന്നതിന് മുൻപേ ദൈവത്തെ കാണുന്നതാണ് ഓരോ ദിവസവും വിജയം വരിക്കുവാനുള്ള രഹസ്യം. ഇന്ന് ഒരു പുതിയ മാസത്തിൻ്റെ ആരംഭ ദിനമാണല്ലോ. ഈ മാസത്തിൻ്റെ ഓരോ ദിനവും ആരംഭിക്കുന്നത് ദൈവത്തെ പ്രാർത്ഥനയിൽ കണ്ടുകൊണ്ടായിരിക്കട്ടെ. പിന്നെ നമുക്ക് മറ്റുള്ളവരെ കാണാം. എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം പരാജയപ്പെടുകയില്ല, വിജയം നേടും. ദാവീദ് പറയുന്നത്, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും. കർത്താവേ, നിന്റെ മുഖം കണ്ടുകൊണ്ട് ഓരോ ദിവസവും ഉണരുവാനുള്ള വിശ്വാസ ജീവിതത്തെ എനിക്ക് തരണമേ. ആമേൻ.